Hi everyone, welcome back to Kavitha Sugar and Spice. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഹൈദരാബാദി കുസിനിൽ പെട്ട മേത്തി ചിക്കൻ. മേത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഉലുവച്ചീരയാണ്. അപ്പോൾ അതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഒരുപാട് വൈറ്റമിൻസ് ഉള്ള ഒരു ഇലയാണത്. പിന്നെ ബ്ലഡ് ഷുഗറും കൊളസ്ട്രോളും ഒക്കെ അത് കഴിച്ചാൽ കുറയും എന്നാണ് പറയുന്നത്. അപ്പോൾ അതും അതിൻ്റെ ഒപ്പം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കഴിയുമ്പോൾ വളരെ ഹെൽത്തി ആയ ഒരു കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. അതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യം നമുക്ക് മേത്തി ചിക്കനായിട്ട് ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കാം. നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് ആക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ തോലൊക്കെ കളഞ്ഞ് ഇതുപോലെ ഇങ്ങനെ വരഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിപ്പോൾ 750 ചിക്കനാണ്, 750 ഗ്രാം ചിക്കൻ, അതായത് ഒരു 1.5 പൗണ്ട് അങ്ങനെ. അപ്പോൾ ഇതിനെ നമുക്ക് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ബാക്കി സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കാം. ഇതിപ്പോൾ 1 കപ്പ് മേത്തി ഉണ്ട്. അപ്പോൾ അതിലേക്ക് അല്ലെങ്കിൽ ഉലുവച്ചീര, അതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് അതിനെ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കഴുകിയിട്ട് ഇങ്ങനെ വെക്കുകയാണ് കുറച്ച് നേരം. അപ്പോൾ ഇതിൽ വല്ല മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ അത് ഊറി വരും നമ്മുടെ കറിക്ക് ഉള്ള സമയമാകുമ്പോഴേക്കും. അപ്പോൾ നമ്മൾ ഈ ഇല ഇവിടുന്ന് മേലെ നിന്ന് മാറ്റിയിട്ട് പിന്നെ ഒരു 2-3 തവണയും കൂടി കഴുകണം. ആദ്യം നമുക്ക് ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ സ്പൈസസ് ഒക്കെ ചേർക്കാം. അതായത് 2 പട്ട മുറിച്ച് വെച്ചത്, 6 ഗ്രാമ്പൂ, പിന്നെ ഒരു 8 ഏലക്കായ. അതൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ജീരകവും ബേ ലീവ്സും ആഡ് ചെയ്യാം. ഇപ്പം ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബേ ലീവ്സും പിന്നെ 1/2 സ്പൂൺ ജീരകം, ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പം നമുക്ക് പൊടിയായി അരിഞ്ഞ 1 കപ്പ് ഉള്ളി ചേർത്ത് ഒരു തരി ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഇതിനെ ഒന്ന് വാടുന്ന വരെ കുക്ക് ചെയ്തെടുക്കണം. ഉള്ളി വഴന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും പൊടിയായി അരിഞ്ഞതും ഒരു 3 പച്ചമുളകും ചേർത്ത് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് വഴറ്റി നമുക്കിനി മസാലകളൊക്കെ ചേർക്കാം. ആദ്യം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി നമ്മൾ ചിക്കനിൽ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഞാൻ ഇതിലൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. വെള്ളം ചേർത്ത ഉടനെ തന്നെ അത് വറ്റും, പക്ഷേ എങ്കിലും ആ മസാല ഒന്നുകൂടി നല്ലോണം കുക്കായി കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർക്കാം. ഒരു തക്കാളി എന്ന് പറയുമ്പം കപ്പിൻ്റെ കണക്കിലാണെങ്കിൽ ഒരു 2/3 കപ്പ് ഉണ്ടാവും. അപ്പോൾ അത് ഇതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ചു വെച്ച് അതൊന്ന് സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു 1/2 കപ്പ് തൈര് കൂടി ചേർക്കുകയാണ്. അത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് ആ കട്ടകളൊക്കെ മിക്സ് ചെയ്യാൻ നോക്കിയാൽ ശരിയാവില്ല. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് അത് ചെറുതായി ഒന്ന് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ആ മസാലയൊക്കെ ആ ചിക്കൻ്റെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അവിടെ ഒരു 3-4 തവണ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഉലുവച്ചീര ഇതിൽ ചേർക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിലത്തെ മണ്ണൊക്കെ നല്ല ഊറി വന്ന് അതിന് ശേഷവും കഴുകി വെച്ചതാണ്. അപ്പോൾ അതും കൂടി ഇതിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിനെ കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. എന്നിട്ട് വെള്ളം എത്ര വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കണം. ചിക്കനിന് എന്തായാലും കുറച്ച് വെള്ളം വരും.
ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇതിൽ നിന്ന് കുറച്ച് വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ അത് പോരാ നമുക്ക്. അപ്പോൾ ഒന്നും കൂടി കുറച്ചും കൂടി കുക്കാവാൻ വെള്ളം ആവശ്യമുണ്ട്. ഞാനപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. 1/2 കപ്പേ ചേർക്കുന്നുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ കറിയിൽ ഒരുപാട് ഗ്രേവി ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചൊരു കൊഴുങ്ങനെയാണ് നമുക്കിത് വേണ്ടത്. ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന ചിക്കനിൽ കുറച്ചിട്ടതും പിന്നെ ഉള്ളി വഴറ്റുന്ന സമയത്ത് കുറച്ചിട്ട ഉപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഞാൻ തൽക്കാലം ഒരു 1/2 ടീസ്പൂണും കൂടി ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് കുറച്ച് നേരം കുക്ക് ചെയ്യാം. അങ്ങനെ നമ്മളൊരു 20 മിനിറ്റോളം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തത്. നമ്മുടെ ചിക്കനൊക്കെ നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് പരിപാടികളും കൂടി ഉണ്ട്. ഇതിൽ കുറച്ച് സാധനങ്ങൾ ചേർക്കണം. ഒരു ഗാർണിഷ് പോലെയാണ്, പക്ഷെ എങ്കിൽ കൂടി അത് ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യണം. 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കസൂരി മേത്തി, ഡ്രൈഡ് മേത്തി ലീവ്സ് ആണത്, പിന്നെ ഒരു 1/2 കപ്പ് ക്രീം. ഇത്രയും സാധനങ്ങളാണ് ചേർക്കേണ്ടത്. അപ്പോൾ കസൂരി മേത്തി എന്നുള്ളത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറും ഗുണവും മണവും ഒക്കെയാണ് അതിന്. പക്ഷേ ഈ മേത്തി ലീവ്സിന് തന്നെ ഓൾറെഡി ഒരു ചെറിയൊരു കയ്പുണ്ടാവും. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്കത് കൂടുതലായി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കസൂരി മേത്തി ചേർക്കണമെന്നില്ല. ഞാൻ പക്ഷേ ഇത് ചേർക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു 1/2 കപ്പ് ക്രീം ചേർക്കുന്നുണ്ട്. ഞാൻ ചേർക്കുന്ന ക്രീം ഫാറ്റ് ഫ്രീ ആണ്. നിങ്ങൾക്ക് നാട്ടിൽ ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ ഹെവി ക്രീമോ അങ്ങനെ ഏത് വേണമെച്ചാൽ ചേർക്കാം. ഞാൻ തൽക്കാലം ഫാറ്റ് ഫ്രീ ചേർത്തു എന്ന് മാത്രം. അപ്പോൾ അതും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യണം. ഈ ഫ്ലേവറൊക്കെ കൂടിയിട്ട് ഒന്ന് ബാലൻസ് ആയി വരാനായിട്ട്. 5 മിനിറ്റിന് ശേഷം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ നട്ട്മെഗ് പൗഡർ അല്ലെങ്കിൽ ജാതിയുടെ പൊടി, ഇത് തികച്ചും ഓപ്ഷണലാണ്, ഇടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇട്ടാൽ ആഡഡ് ഫ്ലേവറാണ്. ഇനി ഇതിലേക്ക് കുറച്ച് നീളത്തിൽ അരിഞ്ഞ ഇഞ്ചിയുടെ കഷ്ണങ്ങളും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം. ഇതിൻ്റെ കൂടെയുള്ള ഏറ്റവും നല്ല കോമ്പിനേഷൻ ഒന്നുകിൽ വൈറ്റ് റൈസ് അല്ലെങ്കിൽ നാണോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വ്യത്യസ്തമായ ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.